പല ആൾക്കാരും ഇപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റാണ് ഈ ഒരു സംഭവം. അതിൻ്റെ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LDF ഭരിക്കുന്ന സമയത്ത് ഹർത്താലുകൾ വരില്ല എന്ന് പറയും. അത് കോൺഗ്രസ് പർപ്പസ്ഫുള്ളി അത് ചെയ്യാത്തതാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് VD സതീശൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റാണ്, LDF ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ക്രൂരത ജനങ്ങളോട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് LDF സ്ഥിരം ആളുകളെ ഹർത്താൽ നടത്തി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന, ഇപ്പോൾ ഹർത്താൽ എന്ന് പറയുന്ന പോലും പണിമുടക്കെന്ന് പറയുന്ന പോലും ജനങ്ങളെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. ബാക്കിയുള്ളടത്ത് പണിമുടക്കുണ്ടെങ്കിലും അത് ആരും പണിമുടക്കുന്നില്ല, എല്ലാം വളരെ നോർമലായിരിക്കും. നമുക്ക് ഒരു പണിമുടക്കല്ല ഹർത്താൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അറിയാലോ സാറിന് എങ്ങനെയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ശരി. അവർ സംസ്ഥാനതല ഹർത്താലുകൾ മാറ്റി ജില്ലാതല ഹർത്താലുകൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചു. അത് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് ഞാൻ തരാം. ഓരോ ജില്ലയിലും എത്ര ഹർത്താൽ. പിന്നെ ഹർത്താലിനെതിരെ ഉപവാസിരുന്ന ആളാണ് CMM ഹസൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനങ്ങൾ കാണാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ചില ഘട്ടങ്ങളിൽ മാത്രമത്ര അത് ആവശ്യമായി വരുള്ളൂ. പക്ഷെ പ്രിസംഷനാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഹൗ ടു ട്രാൻസ്ഫോം ദിസ്, ഈ ഡീപ് റൂട്ടഡ് പ്രിസംഷൻ എങ്ങനെ മാറ്റാം. ഇപ്പോൾ വ്യക്തം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ബാക്കി പലരുടെ ധാരണ എന്ന് വെച്ചാൽ വാളയാർ ചുരം കഴിഞ്ഞാലാണ് ഈ കൊടിയും പണിമുടക്കുള്ളൂ എന്നാണ്. പക്ഷെ ഒഫീഷ്യൽ ഡാറ്റ എന്താ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടും. എൻ്റെ മാത്രം ഡാറ്റ ഉണ്ടാവില്ല. ഡാറ്റ യൂണിയൻ മിനിസ്ട്രിയാണ്, ലേബർ മിനിസ്ട്രിയുടെ. കഴിഞ്ഞ 10 വർഷം എടുത്താൽ 26% ഇന്ത്യയിലാകെ നടന്ന പണിമുടക്കം നടന്നത് തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയാണ്, 11% ഗുജറാത്താണ്. അല്ല, അവിടെ അതിനനുസരിച്ച് ഇക്വലന്റ് ആയിട്ട് ഇൻഡസ്ട്രികളും കൂടുതലില്ലേ? അല്ല, അപ്പോൾ പണിമുടക്കം ഇൻഡസ്ട്രിക്ക് തടസ്സമല്ല എന്നല്ലേ എൻ്റെ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നെങ്കിൽ. അല്ല, സ്വാഭാവികമായിട്ട് കൂടുമ്പോഴത്തേക്കിനും പണിമുടക്കുകളും കൂടില്ലേ? ഞാൻ പറഞ്ഞ പണിമുടക്ക് പെർസെൻറ്റേജ് ആണല്ലോ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നടക്കുന്ന പണിമുടക്കങ്ങളുടെ എത്ര ശതമാനം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചോദ്യമെങ്കിൽ അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അത് ഈ വ്യക്തം പറഞ്ഞ ഈ കൺക്ലൂഷനാണ് അവർ നടത്തിയത്. പണിമുടക്കങ്ങൾ വ്യവസായം വരുന്നതിന് തടസ്സമല്ല ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ അതാണ് റിയാലിറ്റി എന്ന്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിൻ്റെ ഈ പ്രിസംഷൻ ഉണ്ടാക്കുന്നവരാ നമ്മളൊക്കെ തന്നെ. ഇപ്പം ഞാൻ ആദ്യം സംരംഭക യോഗത്തിൽ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ്? അപ്പോൾ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഒരാളും പറഞ്ഞില്ല കേരളമാണ്. സംരംഭകരാണ്. അവർക്ക് പോലും അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ നടത്തുന്ന കമ്പനി ഇപ്പോൾ ലോകത്തിലെ ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് അവർക്കറിയില്ല. എന്നാൽ പോകുന്ന വഴിക്ക് തടസ്സം ഉണ്ടാക്കിയ ബസ് മറ്റ് സംസ്ഥാനത്ത് പോയിട്ട് പേര് വെച്ചാൽ ഉറക്കത്തിന് സാധാരണക്കാരൻ പോലും പറയും. അതെ ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ആ കോട്ടയത്ത് നമ്പർ കിട്ടാതെ നിരാഹാരിരുന്ന ആളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഭാഗം മലയാളിക്ക് അറിയാൻ പറ്റും. വിവാദമായാലേ വിവാദ വ്യവസായമാണ് ഏറ്റവും സമ്പന്നമാകുന്നൊരു വ്യവസായം. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ, കേരളം ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വന്നിട്ട് മാത്രം ഉണ്ടാക്കിയതല്ല, ഞങ്ങൾ കുറേ മാറ്റം വരുത്തി. പക്ഷെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന കേരളം അല്ല യഥാർത്ഥ കേരളം വ്യവസായത്തിൽ. നമുക്കിപ്പോൾ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ഏഷ്യയിലെ കേരളമായിരിക്കണം. കേരളമാണ്. കാരണം കൃത്രിമ പല്ലിലുപരിയായിട്ട് ശരിയാണ്, കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾ ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ കമ്പനിയാണ്. ഒരു ദിവസം 10,000-ഓളം പല്ലുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സമരം ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, 10-40 കൊല്ലമായി. പക്ഷെ എല്ലാം മിനിമം കൂലി കൊടുക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിങ്ങൾ മിനിമം കൂലി ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. നിങ്ങൾ മിനിമം കൂലി കൊടുത്താൽ സംശയിക്കേണ്ട, കൊടുക്കുന്നതൊക്കെ കൂടുതൽ ഔട്ട്പുട്ട് കേരളത്തിൽ നിന്ന് കിട്ടും, പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ലോകത്തിൻ്റെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഹബ്ബ് എവിടെയാണ്? കേരളമാണോ? കേരളമാണ്. ഓക്കെ. നിങ്ങൾ ഇത്ര രാജ്യം പോയില്ലേ? ഏറ്റവും കൂടുതൽ ഒലിയോറസിൻ മാനുഫാക്ചറിങ് 1ാം കമ്പനി കേരളത്തിൽ, സിന്തേറ്റ് 2ാം കമ്പനി കേരളത്തിൽ, 3ാം കമ്പനി സിന്തേറ്റ്, കാൻഗോർ, ഗ്രീൻ ലിപ്പിഡ്, ഇതെല്ലാം ലോകത്തിലെ ലീഡിങ് കമ്പനികളാണ്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ, ഇപ്പോൾ ഒരു നോർവീജിയൻ കമ്പനി എടുത്തു, 3,600-4,000 കോടി ടേൺ ഓവറുള്ള കമ്പനികളാണ്. പക്ഷെ ആളുകളുടെ ധാരണ ഇവിടെ വെട്ടിക്കടയും ബീവറേജും ലോട്ടറി കച്ചവടം മാത്രമുള്ളതാണല്ലോ നമ്മുടെ പ്രചാരവേല. ഇത് റിയാലിറ്റി. ഈ കമ്പനികളുണ്ട് ഇവിടെ, ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലൊന്നും നടക്കില്ല. അപ്പോൾ ഈ വിക്രാന്ത് എവിടെ ഉണ്ടാക്കി? കൊച്ചി ഷിപ്പ്യാർഡ്. അവിടെ പറഞ്ഞിട്ട് അത് കേന്ദ്രമാണ്, അവിടെ ഒരു യൂണിയനും ഇല്ല. എല്ലാ യൂണിയനും ഞാനവിടെ യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ CMD പറഞ്ഞില്ല, ഒരു സിംഗിൾ മാൻ അവർ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 36,000 കോടിയുടെ BPCLന്റെ പദ്ധതി ബിഫോർ ടൈം പൂർത്തീകരിച്ചു.
ഇന്ത്യയിൽ പെട്രോളിയം കമ്പനികളുടെ പ്രോജക്റ്റിൽ ബിഫോർ ടൈം പൂർത്തീകരിച്ച ഒന്നാമത്തെ പ്രൊജക്റ്റ് ഇതാണ്.